ഞങ്ങൾ ഭരത് ആൻഡ് ടീം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം അവരുടെ പ്രതീക്ഷ മൊത്തം ഭരത്തിലാണ്. ഈ റീൽ ഇപ്പൊ കണ്ടില്ലയോ, ഇത് എത്ര നേരം എടുത്ത് കാണുമെന്ന് തോന്നുന്നുണ്ട് ഷൂട്ട് ചെയ്ത്? 15 മിനിറ്റാണ് ഈ ഷൂട്ട് ചെയ്തത്. ഈ ബസ് കൊണ്ടിടുന്നത് എത്ര മണിക്ക്? 11:30 കൊണ്ടിട്ടിട്ട് 3:45 എടുത്തോണ്ട് പോകും. ആ 15 മിനിറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ ബസ് അവിടെ കിടക്കുന്നത് ഓട്ടോ ഓടുന്ന ബസ്സാണ്. അതിലാണ് വേഗം എടുക്കുന്നത്. എല്ലാം ഒറ്റ ഷോട്ടാണ്, എല്ലാം പടപടാന്ന് കയറി എടുക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ആർക്കാ ഏറ്റവും കൂടുതൽ ഫാൻസ് നോക്കിയാ? ഇല്ല, അങ്ങനൊന്നുമില്ല. അതെ, പുള്ളി തന്നെ പറയട്ടെ. ഞങ്ങളതെല്ലാം പറഞ്ഞായിരുന്നു പുള്ളിയാന്ന് പറയണോ പ്രത്യേകം. പുള്ളി തന്നെ. പക്ഷെ ഭയങ്കര എളിമയുള്ളവനാണ്. ആണല്ലേ? എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പുണ്ട്. അപ്പൊ ഇട്ടപ്പോഴും ഞാൻ അച്ചു വരത്തില്ല, അച്ചു ഷൂട്ട് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ മെനങ്ങാന്ന് രാത്രി എപ്പോഴാണ് എറണാകുളത്ത് പോകുന്നത്? 5:30 പോകും. ഞാനും വരുന്നു. മസ്താനിയാണോ? മസ്താനെ കാണാൻ ഞാനും വരുന്നു. പച്ച കുത്തിയേക്കണ ഇല്ല, കാണാൻ പറ്റാത്ത. ഓക്കെ, എനിക്കും ഇഷ്ടമാണ്. കൂട്ടത്തിലെ ഏറ്റവും വലിയ കോഴി വാസ്കോ. ഇതിനു മുന്നേ അപ്പൊ കുറെ വായി നോക്കുമായിരുന്നു അല്ലേ? എത്ര റിലേഷൻ ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ എല്ലാം വിരലെണ്ണിയാലും തികയത്തില്ല. മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എന്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ എന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഭരത് ആൻഡ് ടീം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം അവരുടെ പ്രതീക്ഷ മൊത്തം ഭരത്തിലാണ്. ആകാശ്, ഭരത്, അനന്തു, ജഗൽകുമാർ, അരുൺ, ആദിഷ്, അംശു. ഓക്കെ, വെൽക്കം. ഞാൻ ചെയ്യട്ടെ, നമ്മളിപ്പം നോർമലി സംസാരിച്ച പോലെ തന്നെ സാധാരണ ഇങ്ങനത്തെ ഒരു ടീം വരുമ്പോഴേക്കും ഒരു പേരുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ഭഗത് ആൻഡ് ടീം മതി എന്ന് നിങ്ങൾ വിചാരിച്ചു? ഞങ്ങൾ ശരിക്കും പേര് അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ സത്യത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇവൻ അന്നൊരു ബൈക്ക് എടുത്തപ്പോ അതിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് BGM കുത്തി കയറ്റി പാട്ടിട്ട് അങ്ങനത്തെ ആ സമയത്ത് കൊറോണ ടൈമിലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തോണ്ടായിരുന്നു. ഞാൻ 14,000 ഡിഗ്രി ഹെൽമെറ്റ് ഒക്കെ മേടിച്ച് അത് വെച്ച് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. പിന്നെ അതിൽ ഞങ്ങൾ ജസ്റ്റ് കണ്ടന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിൽ ഹെൽമെറ്റ് വെച്ച് കണ്ടന്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആരും ഇല്ലായിരുന്നു. എനിക്ക് 1-2 പേരുണ്ട് പിന്നെ വന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സമയത്ത് വെച്ച് ട്രെൻഡ് ആയത്. അപ്പൊ കുറച്ചൊരു റീച്ച് ആയി ആ പേരൊന്ന് രജിസ്റ്റർ ആയപ്പം അത് പിന്നെ മാറ്റം നിന്നില്ല, അതിട്ടങ്ങ് തുടർന്നു. ആ പേരാണ് ഇതിന്റെ ഐശ്വര്യം. അതിന്റെ നമ്പറാണ്. അതിന്റെ 135 എന്നുള്ള നമ്പറാണ്. അന്ന് ചുമ്മാ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചെടുത്തിട്ടത്. എപ്പോഴെങ്കിലും ഒരു പേരിട്ടാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ പേരിടാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇവിടെ അവിടുന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഭരത്തുന്നല്ലേ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കാണ്. ഇനി എന്നും ഈ ഒരു പേരില് മുന്നോട്ട് പോകാനാണോ താല്പര്യം? ഇത് നേരത്തെ ആലോചിക്കേണ്ടായിരുന്നു, ഒരുപാട് സമയം വൈകി പോയി. നമുക്ക് എന്തായാലും ഒരു നിങ്ങളുടെ ഒരു വീഡിയോ കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ പാട്ടിട്ടത് കേട്ടോ. ഇന്നലെ ഇത് ആലോചിക്കും. ഞാൻ പറഞ്ഞത് കേട്ടോ.
ഈ ഐഡിയാസ് ഒക്കെ എനിക്കും നിങ്ങളുടെ മിക്ക വീഡിയോസിലും നല്ല റീച്ചും ഉണ്ട്, മില്യൺസ് ലൈക്സ് ഒക്കെ മില്യൺസിലാണ് വരുന്നത്. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ ആരാ കൊണ്ടുവരുന്നത്? ഐഡിയാസ് നമ്മൾ നിങ്ങൾ രണ്ടും എന്തെങ്കിലും ചെറിയ ത്രെഡ് കിട്ടുവാണെങ്കിൽ ഇവരാണേലും ഞാനാണേലും എന്തെങ്കിലും പരിപാടി നടക്കുന്നാലും അപ്പോഴേ വിളിച്ച് ത്രെഡ് ജസ്റ്റ് എഴുതി വെക്കും. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് എഴുതും. ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇമ്പ്രവൈസ് ചെയ്ത് എഴുതും. എന്നിട്ട് ചെറുക്കന്മാരെല്ലാം വിളിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും. എല്ലാവർക്കും ഫ്രീ ഉള്ള ദിവസം വിളിച്ച് ഷൂട്ട് ചെയ്യും. പിന്നെ നമ്മള് ഇപ്പം കോൺഷ്യസ്ലി ഡിസിഷൻ എടുക്കുന്നുണ്ട്, വെറൈറ്റി ആക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മേളിലല്ലേ അടുത്ത് ചെയ്യാൻ പറ്റും. ആൾക്കാർ എന്തെങ്കിലും ജസ്റ്റ് പ്രതീക്ഷിക്കുമല്ലോ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന്. അപ്പം നോർമലി നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്ന ആ സാധനം നമ്മൾ മാക്സിമം എടുക്കത്തില്ല. ഇച്ചിരി കൂടെ എന്തെങ്കിലും അതിലെന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ നോക്കും. അപ്പൊ അത് ഒരു വെറൈറ്റി കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ നോക്കും. ചിന്തയിൽ ഒരു ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും അത് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് രാവിലെ ഐഡിയ കൊണ്ടുവരും. റീസൺ എന്താന്ന് പറയട്ടെ, ഇപ്പൊ നമ്മളൊരു ഐഡിയ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു തുടക്കം മിഡിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടേ അവൻ്റെ അടുത്ത് ഞാൻ പറയും. ഒരു ഫുൾ സ്റ്റോറി കണക്കാക്കും. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി ഐഡിയ ഇട്ട് അത് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോഴേ അത് പറയുന്നത് ഫുള്ള്. പുള്ളിയുടെ ഒരു ഐഡിയ കാണത്തില്ല, പക്ഷെ ഇത് മാത്രം സ്പോട്ടിലുണ്ട്. നിങ്ങൾ എങ്ങനെയാ ഈ ഒരു ഗ്യാങ് ഫോം ചെയ്തത്? എങ്ങനെയാ, എത്ര നാളായി? ഒരു 3 വർഷം. ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ആ ഹെൽമെറ്റ് ഇട്ട ആ ടൈമിലാണ്. അങ്ങനെ ആയിരുന്നപ്പം ഇമാരെല്ലാം ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ച് നമ്മുടെ എന്തെങ്കിലും ഐഡിയയിലൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരുണ്ട് മജീഷ് എന്ന് പറഞ്ഞു. അപ്പം അവനും ഞങ്ങളൊക്കെയാണ് തുടങ്ങിയത്. അവനെ വീഡിയോ എടുക്കാൻ വിളിക്കും. അവനിങ്ങനെ കുറച്ച് ക്യാമറയും ഡയറക്ഷനൊക്കെ അത് ഭയങ്കര താല്പര്യം. അഭിനയിക്കാൻ അങ്ങനെയില്ല, എന്നാലും ക്യാമറ അവന് കുറച്ച് ഐഡിയാസ് കൂടുതലുണ്ട്. അപ്പൊ അവനും ഇവനും കൂടെ ഷോർട്ട് ഫിലിമിന്റെ പരിപാടിയുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ഞങ്ങൾ ഒരുമിച്ച് +1 പഠിച്ച. അപ്പം അന്നോട്ട് ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഇതാ താല്പര്യം. അപ്പൊ കോവിഡ് ടൈമിൽ ഞങ്ങൾ ഷോർട്ട് ഫിലിമുകൾ പ്ലാൻ ചെയ്തിട്ട് മൊബൈലിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്യും. അന്ന് ഷൂട്ട് ചെയ്യാൻ അപ്പൊ ഇവനും അതിനകത്ത് അഭിനയിക്കാൻ വരും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. മജീഷ് ഇവനും ഒരുമിച്ച് പഠിച്ചു. ഞാൻ ഇവനും ഒരുമിച്ച് പഠിച്ചതല്ലേ, ഞാനും അവനും അതെല്ലാം കൂടെ കണക്ട് ആയതാ. അപ്പൊ യോജിച്ചവിടെ അത് കഴിഞ്ഞ് ഇവൻ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം മജീഷ് നമ്മൾ ഷോർട്ട് ഫിലിം ഇടുന്നതിൽ അതിന് വ്യൂസ് ഒന്നും ഇല്ല, പക്ഷെ റീൽ ഇടുന്നതിന് വ്യൂസ് ഉണ്ട്. അപ്പൊ അവൻ വിചാരിച്ച് ഇതിനകത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവൻ വീഡിയോ എടുക്കാനായിട്ട് വന്നു. അപ്പൊ അവൻ എന്നെ വിളിച്ചോണ്ട് അങ്ങനെ ഞങ്ങൾ യോജിച്ച് ഞങ്ങൾ മൂന്ന്. പിന്നെ ഇവന്മാർ അവിടെ ഉള്ളതുകൊണ്ട് ഇവൻ വിളിക്കുമ്പോൾ വരും ഇവന്മാര്. പിന്നെ ഓരോരുത്തർ പയ്യെ വന്നത്. ലാസ്റ്റ് വന്നതാണ് ജഗൽകുമാർ. അത് ഞങ്ങളുടെ കടയുടെ ബേസിൽ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കാ ഏറ്റവും കൂടുതൽ ഫാൻസ്? പുള്ളി തന്നെ പറയും. ഞങ്ങളതെല്ലാം പറഞ്ഞായിരുന്നു പുള്ളിയാന്ന് പറയണോ പക്ഷെ ഭയങ്കര എളിമയുള്ളവനാണ്. ആണല്ലേ? എന്തൊന്നും മിണ്ടാത്തെ? എങ്ങനെയുണ്ട് ഷൂട്ടൊക്കെ? എങ്ങനെ എത്ര ടേക്ക് പോവാറുണ്ട് അംശു? നമ്മുടെ കൂട്ടത്തിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വന്നൊരു പുള്ളി അംശു. അത് പുള്ളിയുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഡയലോഗ് പറഞ്ഞോളൂ ചെയ്തില്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു ഡയലോഗ് പറയുന്ന സാധനങ്ങൾ ചെയ്യാം. ഇപ്പൊ ഒറ്റ ടേക്കിലാ അംശു പരിപാടി. പിന്നെ ഇംപ്രവൈസ് കൈന്നിടും സാധനങ്ങൾ. അന്നൊക്കെ പേടിയായിരുന്നു ക്യാമറയിൽ ഫേസ് ചെയ്യാൻ ഡയലോഗ് പറയാനൊക്കെ. ഇപ്പൊ ഒന്നുമില്ല, കയ്യിൽ നിന്ന് സാധനങ്ങൾ. നമ്മളൊരു വീഡിയോ കൊണ്ട് ഇങ്ങനെ ഒരാളെ നോക്കിക്കൊണ്ട് ചെയ്തായിരുന്നു. അപ്പം അത് ഒരു വണ്ടിയിൽ ജസ്റ്റ് ഇവനോട് പറഞ്ഞ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു ജീപ്പ് കംപ്ലൈന്റ് ആയി കിടക്കുക. സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു വീഡിയോ ഞാനതിന് എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ സ്റ്റിയറിംഗിനെ കയറി ഇരുന്നിട്ട് മൊത്തത്തിൽ ഇവൻ ഇറങ്ങി. ആ വീഡിയോ എനിക്ക് 4-5 മില്യൺ അടിച്ചു ഭയങ്കരമായിട്ട് കയറിയത്. അത് എല്ലാം സ്പോട്ട് ഇംപ്രവൈസ് ചെയ്തേപോലെ. അവരാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാം ഇങ്ങനെ സ്പോട്ട് കുറെ സാധനങ്ങൾ പറയും. ഇവരുടേതായ കുറെ ചില മാനറിസങ്ങളുണ്ട്. അത് ചില റോളുകൾക്ക് ഇവർ തന്നെ ചെയ്താലേ ശരിയാകത്തുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോഴേ അത് കണ്ണപ്പൻ അല്ലെങ്കിൽ അത് അംശു എന്നെ കണ്ണപ്പെണ്ണ വിളിക്കുന്നത്. കണ്ണപ്പൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. സ്കൂളിൽ വരെ അങ്ങനെ വിളിക്കും. അതാണെങ്കിൽ ഇവന് അരുൺ എന്നുള്ള പേര് നമുക്ക് ഓർക്കത്തോലില്ല. അച്ചു എന്നാ വിളിക്കുന്നത്. ക്യാമറ എടുക്കാൻ വരുന്ന ക്യാമറമാനായിട്ട്. ഈ ക്യാമറ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത് ഇവരിലാരാ?
അങ്ങനെ ചോദിച്ചാ അങ്ങനെ വെച്ചാൽ ഈ പുള്ളിക്ക് ഡെയിലി ചില അല്ല ഇവൻ ചില വാക്കുകൾ വഴങ്ങത്തില്ല. മഴ മഴ മഴയ്ക്ക് ഇവ മരയെന്ന് പറയും. മഴ പറയുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞില്ലേ? സിംഹം, പുഴ, പുഴവര, വഴി, വാഴ, കുഴി, വഴു പറയുന്നുണ്ടല്ലോ. പക്ഷെ പുള്ളി അങ്ങനെ റീടേക്ക് പോകും. തിരിച്ചെന്തെങ്കിലും പറ, കൊച്ചാക്ക്. പിന്നെന്തോ ഓവർ ചെയ്യുന്നവനെ. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ അറിയാൻ വഴിയില്ല, കാര്യം പുള്ളി കുറച്ചാള് ലീവിലായിരുന്നു. പുള്ളിക്ക് ജോലിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളി തിരക്കിലോട്ടായി പോയി. അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടതേ ഉള്ളൂ. നമ്മള് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇട്ടപ്പോഴും ഞാൻ വിചാരിച്ചു അച്ചു വരത്തില്ല, അച്ചു ഷൂട്ട് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ ഇട്ടേ. ഇന്നലെ മെനങ്ങാന്ന് രാത്രി അമ്മ എപ്പോഴാണ് എറണാകുളത്ത് തോന്നേ? ഞാനും വരുന്നു. മസ്താനിയാണോ? മസ്താനി ഇന്നലെ അവിടെ വന്ന് കടയിൽ വന്നിട്ട് ആ സമയത്ത് ഇപ്പൊ അത് പറഞ്ഞിട്ടല്ലേ ഡ്രസ് എടുത്തത്. നീല ഡ്രസ് ഇട്ടിട്ട് വരായിരുന്നില്ലേ? അത് അറിഞ്ഞില്ലല്ലോ. വാൾപേപ്പർ ഒക്കെ ഉണ്ട്, കാണിച്ചു പച്ച കുത്തിയേക്കുന്നത്. ഇല്ല ഇല്ല, കാണാൻ പറ്റാത്ത സ്ഥലത്ത്. ഓക്കെ, എനിക്കും ഇഷ്ടമാണ്. ഈ ആനന്ദ് കൂട്ടത്തില് നന്നായിട്ട് പാട്ട് പാടില്ലേ? പാട്ട് പാടും, നന്നായിട്ടൊന്നുമില്ല, ചുമ്മാ മോശമായിട്ട് പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ അഞ്ചലിന്ന് ഇവിടം വരെ വരുന്നവരെയും അവൻ പാടിക്കൊണ്ടായിരുന്നേ. ഓഫാക്കിയതില്ല, ഇല്ല സീരിയസ് ആയിട്ട് ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഉള്ളതാ, അഞ്ചിന്ന് ഇവിടം വരെ പാടിക്കൊണ്ടിരുന്നു. കൂടെ അവനും സപ്പോർട്ട്. ഞങ്ങളൊക്കെ ഉറങ്ങി. അതുകൊണ്ട് തന്നെ എന്റെ തൊണ്ട ഇവൻ എന്തൊരു പാട്ട് പാടും. പിടയുന്നോരെന്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി നീലയെങ്കിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്തമാരിൽ കെടാതെ കാത്ത പുഞ്ചിരി നീന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും എന്നും ഒരു പുഴയാ. പിന്നെന്ത് നന്നായിട്ട് പാടില്ല എന്ന് പറഞ്ഞു? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇല്ല, അതങ്ങനെ സ്വയമായിട്ട് നമ്മൾ പറയണമല്ലോ നല്ലതായിട്ട് പാടും. അപ്പൊ ഞങ്ങൾ കോൺഫിഡൻസ് കുറവുള്ള. ഇപ്പൊ നിങ്ങളിപ്പം ഇത്ര നാളായിട്ട് നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താ? ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്? നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളെ ആർക്കും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എന്തോ അമ്മമാരിങ്ങനെ നടക്കുന്നത് അങ്ങനത്തെ ഒരു ഇതേ എല്ലാവർക്കും ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ആൾക്കാരെ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്, അതായത് റെസ്പെക്ട് ഒക്കെ തരുന്നുണ്ട്. അമ്മമാര് കൊള്ളാം, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. തുടക്കത്തിൽ ഇങ്ങനെ ആൾക്കാർ പറയുമായിരുന്നു. അപ്പൊ വീട്ടുകാർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, പഠിത്തമൊന്നും ചെയ്യാതെ നടക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം എല്ലാവർക്കും ഒരു ഇതായി വന്നിട്ടുണ്ട്. അതിന് മെയിൻ എക്സാമ്പിൾ ഇവന്റെ അമ്മയാണ്. ഇവന്റെ അമ്മ ആദ്യം വീഡിയോ, അമ്മ ടീച്ചറാണ്, ആദ്യം വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല.
വീട്ടിൽ ചെല്ലുമ്പോ വഴക്കായിരുന്നു. ഇവന് വഴക്കൊക്കെ കേൾക്കും, നമ്മൾ കേട്ടോണ്ട് നമ്മള് ചെല്ലും. കേട്ടിട്ട് നമ്മള് വീഡിയോ എടുക്കാൻ മറ്റേ സാരിയും വിഗും എല്ലാം എടുത്തോണ്ട് പോകാൻ ഞങ്ങൾ അത്യാവശ്യം പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ടൈം. പക്ഷെ ഇപ്പൊ അവന്റെ അമ്മയെ അഭിനയിക്കും. ഇല്ല അത് മാത്രല്ല, ഇവൻ TTC കഴിഞ്ഞതാ. എന്നിട്ട് അവൻ കുറച്ച് സാറായിട്ട് പോയതാ. എന്നിട്ട് അവൻ പിന്നെ ഇപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോ പിള്ളേർ സാറേ പോയി കിടന്നു. ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചേ? ചെറിയ പിള്ളേർ. ആ പിള്ളേർ അമ്മ ഇത് സാറോ അല്ല, അപ്പൊ അതൊരു റിസ്ക് അല്ലായിരുന്നോ ഇത്ര ഒരു പ്രൊഫഷൻ വിട്ടിട്ട്? ഇല്ല, ട്രെയിനിങ്ങിന് മാത്രമേ പോയുള്ളൂ. ഈ TTC ഇതിൽ നമ്മൾ 100 ദിവസം ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, അതിന് മാത്രമേ പോയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഗസ്റ്റ് ആയിട്ടൊക്കെ ഇന്റർവ്യൂ ഒന്നും പോയിട്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കേറ്റൊക്കെ ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു എക്സാം എഴുതണം. അല്ല അത് ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ എത്ര മാസം വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊക്കെ? 2 മാസം. യൂട്യൂബ് തുടങ്ങിയിട്ട് 6 മാസം. ഒരു 6 മാസം ആയിട്ടുള്ളൂ. ഇപ്പം യൂട്യൂബ് റവന്യൂ ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അത് വലിയൊരു എമൗണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും 2 ലക്ഷം 2 ലക്ഷം കിട്ടാറുണ്ട്. പറയുമ്പോ ഒട്ടും താത്ത പറയല്ലോ. അതല്ലേ അതിന്റെ ശരി. യൂട്യൂബ് നമ്മള് നോക്കി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ജസ്റ്റ് ഇൻസ്റ്റയിൽ വീഡിയോ ഇടുക, അത് ഫോളോവേഴ്സ് കയറ്റണമെന്ന് വിചാരിച്ചാൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. യൂട്യൂബ് പെട്ടെന്ന് നമ്മളൊരു 3-4 മാസം മുമ്പേ ആദ്യം തൊട്ടേ നമുക്ക് യൂട്യൂബ് ഉണ്ട്. അപ്പൊ അതില് വീഡിയോ ഇടുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് കയറുന്നില്ല. 50 വ്യൂസ്, മാക്സിമം 100 വ്യൂ അത്രയൊക്കെ പോകുന്നോളായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോ നമുക്ക് യൂട്യൂബില് പുതിയ ചാനൽ തുടങ്ങാന്നും പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാ. അപ്പൊ ഇട്ട് ആദ്യം കുറച്ച് റീച്ച് കുറവായിരുന്നു. പിന്നെ നമ്മുടെ പറക്കുംതളിയുടെ വീഡിയോ എന്ന് പറഞ്ഞു, അതിലങ്ങ് കയറി. പിന്നെ അതും തിരിഞ്ഞു നോക്കേണ്ടി വന്നു. ഈ എത്ര രൂപ വരെ ചെലവാക്കിയിട്ടുണ്ട് വീഡിയോക്ക്? മാക്സിമം ഏറ്റവും കൂടുതൽ എത്ര രൂപ ചെലവാക്കി? പറക്കുന്നിലേക്ക് ബസ്സിന് ഞങ്ങള് ഡീസൽ അടിച്ചിട്ട് പിന്നെ ഡ്രൈവറിന് ഞങ്ങള് കൊടുത്തായിരുന്നു. നമ്മള് കഷ്ടപ്പെട്ട അത് അതിന്റെ ഇടയിൽ ഞങ്ങളുടെ മജീഷിന്റെ കാര്യം പറഞ്ഞിരുന്നു. മജീഷ് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും പാരലിയാണ് നമ്മൾ എടുത്തത്. അതായത് രാവിലെ ഇത് മൊത്തം ഷൂട്ട് ചെയ്യും, രാത്രി പോയി ഷോർട്ട് ഫിലിം. അപ്പൊ എല്ലാം കൂടെ ഒരു ഭയങ്കര ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടില്ല. ഒരു 3-4 മാസം നിന്നിട്ട് ഒരു 10 ദിവസമൊക്കെ ലീവിനായിരിക്കും വരുന്നത്. അപ്പൊ ഇവ ഒരു ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്തോണ്ടാ വരുന്നത്. ലീവിന് വരുന്നതാ. വീട്ടിൽ കയറത്തില്ല. വീട്ടിൽ രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് അച്ഛൻ രാവിലെ ജോലിക്ക് പോകും. ഇവൻ കാണത്തില്ല അച്ഛനെ. ഇവൻ വരുന്നത് പാതിരാത്രിക്ക്. അച്ഛൻ അതിന് പോകുന്ന അച്ഛനെ കാണാൻ കിട്ടത്തില്ല ലീവിന് വന്നാലും. അപ്പൊ ഇവ ഷോർട്ട് ഫിലിം എടുക്കാനും നമുക്ക് റീൽ എടുക്കാനും അവൻ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇതേപോലത്തെ ഈ പറക്കും തെളിയും വലിയ സാധനങ്ങൾ എടുക്കുന്നത്. അടിപൊളി. നമുക്കൊരു വീഡിയോ കൂടി കാണാം. യൂണിവേഴ്സൽ അന്ന് ചെയ്യണമെന്നൊന്നും ഇല്ല. അല്ലേ ഇയാളും ഇത് ശരിക്കും നിങ്ങൾ ബോയ്സിന് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്? പിന്നെ പിന്നെ സ്കൂളിൽ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തീവ്രവാദികൾ വരുമ്പോ രക്ഷിക്കുന്നത്, ഇടിച്ച് എല്ലാവരും രക്ഷിക്കുന്നത്, അതെല്ലാ ബോയ്സും കാണുന്ന സ്വപ്നമാണ്. പിന്നെ മറ്റേ ബസ്സിൽ കണ്ടക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തായിരുന്നു. കണ്ടക്ടർ എന്തെങ്കിലും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്ന മാസമായിട്ട് കാര്യം പറയും. പക്ഷെ നമ്മൾ ശരിക്കും പറയത്തില്ല, അത് വീട്ടിൽ ചെന്നിരിക്കുമ്പോഴേക്കും ആലോചിക്കുന്നത്. അത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഞങ്ങൾ ഹെൽമെറ്റ് മാറ്റിയിട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ്. അപ്പൊ നമുക്ക് ഡയലോഗ് പറഞ്ഞതിനൊക്കെ ഒരു പേടിയുണ്ട്. ഈ റീൽ ഇപ്പൊ കണ്ടില്ലയോ, ഇത് എത്ര നേരം എടുത്ത് കാണുമെന്ന് തോന്നുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ? 15 മിനിറ്റാണ് ഈ ഷൂട്ട് ചെയ്തത്. വണ്ടി അവിടെ കൊണ്ടിടുന്നത് ബസ് കൊണ്ടിടുന്നത് എത്ര മണിക്ക്? 11:30 കൊണ്ടിട്ടിട്ട് 25 എടുത്തോണ്ട് പോകും. ആ 15 മിനിറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ ബസ് അവിടെ കിടക്കുന്നത്, ഓട്ടോ ഓടുന്ന ബസ്. അതിലാണ് വേഗം എടുക്കുന്നത്. എല്ലാം ഒറ്റ ഷോട്ടാണ്, എല്ലാം പടപടാന്ന് കയറി എടുക്കും. ഒറ്റ ടേക്കിൽ എല്ലാം തീർത്തിട്ട് എന്തായാലും പറ്റും. അല്ലെങ്കിൽ പിന്നെ നാളെ ബസ് തിരിച്ചു വരാം. ഏറ്റവും കൂടുതൽ ടേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നത് ഏതാ?
നമ്മളങ്ങനെ അധികം ടേക്ക് പോകത്തില്ല. കാര്യം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യാറില്ല. അത്യാവശ്യം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരായിട്ട് ഒരുപാട് അങ്ങ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ആദ്യം ചെയ്യുന്ന സാധനം 2-3 വട്ടം ചെയ്യാൻ പറഞ്ഞാൽ ഇവർക്ക് പിന്നെ വരത്തില്ല, അങ്ങ് പാനിക്കാവും, അങ്ങ് പേടിച്ച് പിന്നെ ഒറ്റ ഇതിൽ അവന്മാർ ചെയ്തോ ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യമേ പറഞ്ഞല്ല സെറ്റ് ചെയ്യും, ഇങ്ങനെയാണ് എന്തിനാണ് ഓക്കെ എന്നിട്ട് എടുക്കുക കഴിഞ്ഞ് സ്പോട്ടിൽ. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്ര സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഓക്കെ, ഞാൻ കുറച്ച് ഇങ്ങനെ ടാഗ് ലൈൻ പറയും, അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും വലിയ കോഴി എന്താ അങ്ങനെ പറയാൻ കാരണം? പെണ്ണ് വാഴത്തില്ല, അതാണ് സപ്പോ പറയണ്ടേ പൊട്ടും ഇപ്പൊ. പക്ഷെ ഇപ്പൊ പെർമനന്റ് ആയിട്ട് ഓക്കെയാണ്, ഇപ്പൊ നിലവിൽ കുടുംബസ്ഥനായി. ഇനി വേറെ പോകാൻ പറ്റത്തില്ല എന്നൊരു രീതിയിൽ. ഇതിനു മുന്നേ അപ്പൊ കൊറേ വായി നോക്കുവായിരുന്നല്ലേ? എത്ര റിലേഷൻ ഉണ്ടായിട്ടുണ്ട്? ഞങ്ങളുടെ നമ്മുടെ എല്ലാം വിരലെണ്ണിയാലും തികയത്തില്ല. ആണല്ലേ? ഇപ്പോഴത്തെ റിലേഷൻ എത്ര നാളായി? 10 വർഷം. അല്ല, ഞാൻ ഇവനെ പരിചയപ്പെടുമ്പോ തൊട്ട് ഞാൻ ഒരു കൊച്ചിന്റെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷെ അന്നേരം ആ കൊച്ചുമായിട്ടല്ല ഇവരെ കളിയാക്കുന്നവൻ ആ പേരിലായിരുന്നു. തിയേറ്ററിലൊക്കെ ചെന്നിരിക്കുമ്പോ വാർത്ത ഫ്രണ്ടിലുണ്ടെങ്കിൽ ബാക്കിൽ നിന്നൊക്കെ ആ കൊച്ചിന്റെ പേര് കേൾക്കും. ഞാൻ ഇത് ഏത് കൊച്ചു, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒന്നിച്ച് അതെ അതെ സന്തോഷമായിട്ട് പോകുന്നു. ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയേക്കുന്ന ആർക്കും? അതിനെ ഇവരുടെ കാര്യം കഥ നമുക്ക് അറിയത്തില്ല, അങ്ങനത്തെ ഒരു വശം നമുക്ക് അറിയത്തില്ല. അതല്ല, എനിക്ക് നിമ്മാരൊന്നും ആ ഒരു ടൈപ്പ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ജഗലനായിരിക്കും. ജഗലന് നല്ലൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട്. അല്ല, അത് ചുമ്മാ നല്ലൊരു തേപ്പ് കിട്ടിയതിന് ശേഷം ഉയർച്ചകളുണ്ടായി. നല്ലൊരു വൈഫ്, ഒരു കുഞ്ഞ്, ഞാൻ സുഖമായ ജീവിതം. ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് വരുന്ന ആർക്കാം? എന്താ വരുന്ന മെസ്സേജ്? നേരിട്ടും വരും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. കയറിയപ്പോ തിരിച്ചു വന്നപ്പോ സാരി കൊടുത്തിട്ടില്ല, പറയാൻ പറ്റത്തില്ല. അത്ര മോശമാണോ? അല്ല, പറയാൻ ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വേറെ എന്തെങ്കിലും. അയ്യോ, അങ്ങനല്ല. ഇത് കാഷ്വലി ഇങ്ങനെ ആൾക്കാർ ഇപ്പം മിണ്ടി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവന്റെ അടുത്ത് പറയാൻ ഇഷ്ടമാണ് പറഞ്ഞു. ഇവൻ നോർമലി ആയിട്ട് സംസാരിക്കുന്നു, പക്ഷെ അവര് ചിലപ്പോ അത് വേറെ ഏതെങ്കിലും രീതിയിൽ എടുക്കുകയാണ്. എന്താ ചെയ്യാനല്ലേ? പക്ഷെ പുള്ളിക്കാരന്റെ സെറ്റിലാണ്. ബിരിയാണിക്കുള്ള പറച്ചിൽ പറഞ്ഞു. ഇതാ കുടുംബസ്ഥനായി. കുടുംബസ്ഥനായി. ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ഐഡിയാസ് കൊണ്ടുവരുന്നത് ജഗൽകുമാർ. വാ തുറന്ന മണ്ടത്തരം മാത്രം പറയുന്ന എന്താ ഒരു സിറ്റുവേഷൻ? അതിപ്പോ ഞാനെടുത്ത് പാലഘട്ടം പാലം മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ അപ്പുറത്തൂടെ മേടിയ കൂടെ പോണോന്ന് പറഞ്ഞാലും പുള്ളി അത് വിശ്വസിക്കും. അതാണ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇപ്പൊ നിഷ്കളങ്കമായിട്ട് തന്നെ അഭിനയിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ആയിരിക്കും, പറയാൻ പറ്റില്ല. അയ്യോ, ഇവരുടെ മുന്നേ അതിൽ അഭിനയിക്കുന്നത് ശരിക്കും അല്ലാണ്ട് ഈ ഷർട്ടിനകത്ത് തന്നെ നാഷണൽ ജിയോഗ്രഫി അതെന്താന്ന് അവൻ അറിയത്തില്ല. അതെനിക്കും അറിയില്ല. എന്താടാ ഇല്ല, പറയത്തില്ല. അതേ ചാനൽ തന്നെ. ആ ചാനലുണ്ടെന്നുള്ള കാര്യം അവൻ അറിയത്തില്ലായിരുന്നു. അല്ല, എനിക്ക് അറിയാം. എന്നിട്ട് ഇന്നലെ പോയി റിസർച്ച് നടത്തിയിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയാം മൃഗങ്ങളെ മാത്രം കാണിക്കുന്ന ഒരു ചാനലാണ്. സത്യമായിരുന്നു. പാവടാ, ഇതിനറിയാത്തോണ്ടല്ലേ. ഇല്ല, കൽപ്പനാരാ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അവസാനം നമ്മളിവിടെ ദേഷ്യം വരാറ്. ദേഷ്യപ്പെട്ടാലും കോമഡി ആയിരിക്കും. അങ്ങനെ ദേഷ്യപ്പെടുത്തൊന്നുമില്ല. ഫോണിലൊക്കെ അടക്കം അങ്ങനെ ദേഷ്യപ്പെട്ടോണ്ട് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ അത് ഇവരുടെ മുമ്പിൽ വെച്ചൊന്നും അല്ല, നമ്മള് അല്ലാതെ. പുള്ളി വന്നു കഴിഞ്ഞാലേ, ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പുള്ളിക്ക് സീൻ ഇല്ലെങ്കിൽ പുള്ളി അവിടെ തന്നെ കാണുമല്ലോ, ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ട് കോൾ ചെയ്ത് ഇങ്ങനെ നടക്കും. അതൊക്കെ പുള്ളിയുടെ ഒരു
ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ? ഓക്കെ. ബോൺ ആക്ടർ ആരാ? അനന്തു അല്ല എന്തുകൊണ്ടങ്ങനെ ആക്ടർ ബോൺ ആക്ടർ അതെല്ലാം മുക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയും. അതുപോലെ തൊമ്മൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ അഭിനയം കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്റെ മോൻ അടിപൊളി എന്ന് വിചാരിച്ചു? അതിവൻ തന്നെ. ഈ ഇടയ്ക്ക് ഞങ്ങളൊരു പിന്നെ തേനീച്ചയുടെ ഇതിറക്കിയായിരുന്നു, വേട്ടാവളിന്റെ. അതിനകത്ത് ഇവന്റെ ഒരു ഒറ്റ ടേക്കില് വേട്ടാവളി ഇവൻ തന്നെ. അപ്പൊ ആ ഒറ്റ ടേക്കിലാണ് അവൻ ആ ഡയലോഗ് എല്ലാം. അതെ, ഒരു ഷോർട്ട് ഫിലിം മജീഷിന്റെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ അതിൽ നമ്മൾ അഭിനയിച്ചിട്ട് മാമൻ, നമ്മളെ വിജയമാമൻ എന്ന് പറഞ്ഞ മാമൻ ഡബ്ബെല്ലാം ചെയ്തിട്ട് മാമൻ മരണപ്പെട്ടു. അപ്പം ഇപ്പൊ 16 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5-6 ദിവസം 20 ദിവസമായി കഴിഞ്ഞ ഞായറാഴ്ച. അപ്പൊ ആ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിലും ഇവൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇവനാണ് മെയിൻ ക്യാരക്ടർ. പിന്നെ നമ്മളോട് അഭിനയിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്, അച്ഛനസൂയ മാളു എന്ന് പറഞ്ഞാൽ അവർ 2 ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗൗതം, പിന്നെ ഗൗതം അർജുൻ. ഓക്കെ. ഇപ്പൊ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആർക്കായിട്ടേ? ജഗൽകുമാർ. ജഗൽകുമാറിന് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാൻ കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ. ഇല്ല, വേണ്ട താല്പര്യമില്ല. തിരിച്ചു പോണമെങ്കിലേ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ വേറെ ഒരു വീഡിയോ കൂടി കാണാം. പഴയ വീഡിയോ എടുത്തോളൂ. നമ്മുടെ ഇതിൽ കണ്ടെന്ന് പറയും. കൈ പിടിച്ചേക്കുന്നുണ്ട്. കൈ പിടിക്കുന്നില്ല, കൈ പിടിച്ചേക്കുന്നു. കൈ ഈ ഷർട്ടായിരുന്നു. ഇത് ലക്കി ഭാസ്കർ പോലുള്ള സിനിമ ഇങ്ങനെ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയ്ഡ് ഒക്കെ വന്നായിരുന്നു? ഇവൻ വേറൊരു ഐഡിയ കൊണ്ടുവന്നേ, അത് പുറത്തു പറയാനുള്ളത്. അത് എന്റെ അടുത്ത് എനിക്ക് അങ്ങനത്തെ സാധനം ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ ആ സെൻസർ ചെയ്യുന്നത്. അപ്പൊ ഒരു അളവിൽ താഴ്ന്നു പോകുന്ന സാധനങ്ങൾ ഞാൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവനാണ് ഞങ്ങൾ സത്യം പറഞ്ഞ സെൻസർ ബോർഡ്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന ഇവനാണ് അതൊരു സ്റ്റാൻഡേർഡ് ആക്കി തരുന്നത്. അപ്പൊ രാത്രി ഇരുന്ന് നിങ്ങൾ കറണ്ട് ഒന്നുമില്ല, അപ്പൊ ഞങ്ങളിരുന്ന് പറയുമ്പം ഈ സീൻ പറയാൻ എനിക്കത് അങ്ങോട്ട് വർക്ക് ആവുന്നേ ഇല്ല ആ ഒരു ഇത്. അപ്പൊ ഞങ്ങളിരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോ ഇതേ സിറ്റുവേഷനിൽ വേറെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുമെന്ന് തോന്നി. അതായത് പണ്ട് നമ്മളിങ്ങനെ മണ്ണപ്പം ചൂടുന്നതും അതുപോലെ ഒരു സംഭവമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോഴാ ഈ ഐഡിയ മാറി ഇതായത്. അല്ലാണ്ട് അങ്ങനെ ഫാൻസ് ഒക്കെ വന്നിട്ട് നിങ്ങളെ പൊങ്കാലിട്ടോ? ഇല്ല, നമ്മളങ്ങനെ ആരും കളിയാക്കിയില്ല. പൊങ്കാല ഇടുന്നതുണ്ട്. നമ്മള് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് എടുക്കുമ്പോ നമുക്ക് പൊങ്കാല. ഏറ്റവും കൂടുതൽ പൊങ്കാല കിട്ടി മനസ്സ് വേദന അത് ഞാനും എന്റെ അനിയൻ മാമന്റെ മാവൻ ഇപ്പൊ കേട്ടില്ല. അതിനോട് ഞാനും അവനും കൂടെ ശബരിമലയ്ക്ക് പോയി പെട്ടെന്നൊരു കണ്ടന്റ് ചെയ്തായിരുന്നു. അടുത്തോടെ ശബരിമല പോയി കാണത്തില്ലെന്നൊക്കെ അതൊക്കെ റീസെന്റ് ഒരെണ്ണം കിട്ടിയായിരുന്നു. നമ്മള് ആറ്റാൽ പൊങ്കാലയുടെ പൊങ്കാലയില് മീഡിയ എന്താണ് അവിടെ ജസ്റ്റ് അവരെ ഊക്കിക്കൊണ്ടിരണം ചെയ്ത് കളയാക്കൊണ്ടിരണം ചെയ്ത് അതിന് നീയൊക്കെ പൊങ്കാല നീ ഇന്നേക്ക് 198 ദിവസം നിനക്ക് പണി കിട്ടും. അങ്ങനെ ദിവസം പറഞ്ഞ ഒരു ദിവസം പറഞ്ഞ പണി കിട്ടിയോ? ഇല്ല, പണി കിട്ടിയില്ല, പക്ഷേ പ്ലേ ബട്ടൺ കിട്ടി. ഓക്കെ, അടിപൊളി. നമുക്ക് നിങ്ങളുടെ വേറൊരു വീഡിയോ കൂടി കാണാം. കാണാൻ കണ്ടോണ്ടിരിക്കുക. മറ്റേ അല്ല പാട്ടിന്റെ പാട്ടാണ് മറ്റേ പാട്ട് അത്യാവശ്യം റീച്ച് ഉണ്ടല്ലേ? ഇത് ഭയങ്കര റിലേറ്റബിൾ ആ സത്യം പറഞ്ഞാൽ അല്ലേ?
അതെ ബസ്സിന്റെ സൈഡ് സീറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ബസ്സിൽ ആദ്യമായിട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇവനൊരു ഇത് കിട്ടി, അതായത് ബസ് ചെയ്താൽ കയറുമെന്നുള്ളത്. അതാ നിങ്ങൾ ബസ്സും തമ്മിൽ എന്താ ഇത്ര കണക്ഷൻ? അത് ഇവന്റെ ഒരു ഇതാ, ബസ് എന്താ വീഡിയോ കയറുമെന്നുള്ള. പക്ഷെ അത് കണക്ക് ബസ്സിനകത്ത് വരുന്ന വീഡിയോ എല്ലാം കയറുന്നുണ്ട്. എന്നുവെച്ചാൽ എന്റെ കണ്ടന്റിന്റെ ആണ് എന്തെങ്കിലും ബസ് റിലേറ്റഡ് എന്ത് സാധനം എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവും. അപ്പം ഇച്ചിരി കൂടെ റീച്ച് കിട്ടാൻ. അല്ല, നമ്മൾ അന്ന് അപ്പോഴാ നമ്മുടെ കണ്ടന്റ് മാറ്റി തുടങ്ങിയത്. ഇപ്പൊ റിലേറ്റബിൾ വെച്ച് നമ്മൾ കയറിയത് കൊണ്ട് പിന്നെ ഫുള്ള് നമ്മൾ റിലേറ്റബിൾ ആ പിടിച്ചു. സജഷൻസ് വരാറുണ്ടോ ഇപ്പം ഇങ്ങനത്തെ സാധനം ചെയ്യും എന്നൊക്കെ പറഞ്ഞു? എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പാർട്ട് 2 ഒക്കെ വരും. അല്ലാതെ ഇന്ന വീഡിയോ ചെയ്യുന്നു പറഞ്ഞ അങ്ങനെ സജഷൻ ഒന്നും മറ്റേ ഇത് വെച്ച് ബ്രോ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരും. ഇവന് ചിലപ്പോ മെസ്സേജിൽ വരും, മെസ്സേജ് അയച്ചൊക്കെ ആൾക്കാർ പറയും ഇങ്ങനത്തെ സാധനം ചെയ്യണമെന്ന്. ഏറ്റവും കൂടുതൽ മെസ്സേജ് എന്താ മെസ്സേജ് വരുന്നത് നിങ്ങളെ കുറിച്ചിട്ട്? ഇപ്പം നിങ്ങളുടെ ആക്ടിങ് രസമുണ്ടോ, നിങ്ങളുടെ കോണ്ടന്റ് രസമുണ്ടോ? കണ്ടന്റ് കണ്ടന്റാണ് പൊളി എന്ന് പറയും. പിന്നെ നമ്മൾ അഞ്ചക്കാരാണെന്നും സാധാരണ ആൾക്കാർ ഒരുപാട് പേർക്ക് അറിയത്തില്ല, നമ്മൾ അഞ്ചലുള്ളതെന്നും അറിയത്തില്ല. അപ്പം ഇപ്പൊ അഞ്ചലൊക്കെ ഇറങ്ങി വീഡിയോ അയ്യോ ബ്രോ അഞ്ചലാണോ അങ്ങനെയൊക്കെ കുറെ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ അഞ്ചലാന്ന് അറിയത്തില്ലായിരുന്നു, ഒരുപാട് സ്ഥലത്തുള്ളവരാന്ന് അറിയത്തില്ലായിരുന്നു. ഇല്ല കോമ്പറ്റീഷൻ എനിക്കൊന്ന് കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ, കോമ്പറ്റീഷൻ ഫീൽ ചെയ്യാറുണ്ട്? അങ്ങനെ നമ്മളെ കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒരു ഇതിലൊന്നും അല്ല. നമ്മൾ ഇടുന്നു, നമുക്ക് നമുക്ക് മനസ്സിനൊരു സാധനം കിട്ടുന്നത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിടുക. നമ്മൾ ആരെങ്കിലും അപ്പൊ നമുക്ക് ഓഡിയൻസ് തരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് നമുക്കൊരു സന്തോഷം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവില് നിങ്ങൾക്ക് യൂട്യൂബില് 2 lakhs+ സബ്സ്ക്രൈബേഴ്സ്, ഇൻസ്റ്റഗ്രാമില് 154. അപ്പം ഇനി ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവട്ടെ. ഇനി ഒരുപാട് കോണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് and all the very best. Thank you.